ഇക്കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിക്കും, ദോഷമില്ലാതെ ആ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇത് വെച്ച് കൊലവിളി ആരംഭിച്ചിരിക്കുകയാണ്. സാർ, അതാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ട വിഷയം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏത് കാര്യത്തിലും ഇപ്പോൾ NOCക്ക് പോകണം, NOCക്ക് MLA-മാരുടെ ആയാലും ഏത് NOCയൊക്കെ ആവശ്യമുള്ളത് നടക്കട്ടെ, എങ്കിലും ഇതിനൊക്കെ വേണ്ടി നടത്തി കഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിന് പോയാലും തീർച്ചയായും തീരുമാനം ഇല്ലാതെ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാരും ആളുകൾ. ഇപ്പൊ അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ച സുരേഷ് കുമാർ, നമ്മുടെ ഈ ഉത്തരവിന്റെ ആദ്യത്തെ ഇരയാണ് കണ്ണൂരിൽ സുരേഷ് കുമാർ. ഈ സുരേഷ് കുമാർ വീട് വെച്ചു, 10 സെന്റിനകത്ത് വീട് വെച്ചിരിക്കുകയാണ്. ആ വീടിന് വേണ്ടി ആദ്യം പോകുന്നു, പിന്നീട് NOC പറയുന്നു. ഇത് തിരിച്ചും മറിച്ചുമായിട്ട് നടന്ന് കഷ്ടപ്പെട്ട് അയാൾ ദുരിതത്തിലായി. ഇപ്പോൾ വീട്ടു നമ്പരും കിട്ടിയിട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. ഇതുപോലുള്ള നിരവധി. പിന്നീട് ദീപയുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ അടിയന്തര പ്രമേയത്തിൽ പേരുകൾ തന്നെ എടുത്തു പറഞ്ഞത് ഇതിൽ ആളുകൾ പ്രതിക്കൂട്ടിലാവുന്നു, ബുദ്ധിമുട്ടിലാവുന്നു എന്ന വിഷയം സ്പെസിഫിക് ആയിട്ട് അങ്ങ് അത് വിലയിരുത്താനും മനസ്സിലാക്കാനാണ്. ആ കേസുകൾ പ്രത്യേകമായി പരിശോധിച്ച് പരിഹരിക്കുമെന്ന് അങ്ങ് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുക, നല്ല കാര്യമാണ്. സാർ, ഞാൻ ചോദിക്കുന്നത്, ഇത് ഓരോ ആളുകളുടെ ആവശ്യവും നമുക്ക് നിയമസഭയിൽ കൊണ്ടുവരാൻ പറ്റൂ? സ്റ്റേറ്റ് ഒട്ടാകെ ഇതൊരു പ്രശ്നമായി വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നതിനെ തുടർന്ന് 7732 ഏക്കർ നിരോധിത മേഖലയായിട്ടും 38,661 ഏക്കർ നിയന്ത്രിത മേഖലയായിട്ടും മാറിയിരിക്കുകയാണ്. ഇത്രയും സ്ഥലങ്ങൾ ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ല തിരിച്ചു നോക്കുമ്പോൾ പാലക്കാട് ജില്ല, അതുപോലെ തൃശൂർ ജില്ല, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം വരെയുള്ള ജില്ലകളെ മുഴുവൻ ഇത് ബാധിക്കുകയാണ്. സാർ, ഇവിടെ ഇപ്പൊ ഇടുക്കിയിലേക്ക് പ്രശ്നം പറഞ്ഞാൽ അവിടെ പട്ടയത്തിന്റെ പ്രശ്നം അങ്ങ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ പറഞ്ഞു. എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഇപ്പൊ തന്നെ ഉള്ളത്. ജനങ്ങൾക്ക് ഒരു തരത്തിലും അവിടെ ഒരു കാര്യം ചെയ്യാൻ വയ്യാത്ത അവസ്ഥ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ഈ ബഫർ സോൺ ഡാമിന്റെ ചുറ്റും കൂടെ വരികയാണെങ്കിൽ അനങ്ങാൻ വയ്യാത്ത ചുറ്റുപാട് വരികയാണ്. സാർ, ഇതെല്ലാ ജില്ലകളിലും ഇത് ബാധകമായി വന്നിരിക്കുന്നു. ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം മലയോര മേഖലയിൽ ഇപ്പൊ വന്യമൃഗങ്ങളുടെ ആക്രമണവും അതുപോലെയുള്ള ദുരിതങ്ങളും മൂലം ജനങ്ങൾ വലിയ കഷ്ടപ്പാട് നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത് ഇരുട്ടടി പോലെ ഈ ഒരു ഉത്തരവ് കൂടി വന്നിരിക്കുന്നത്. സാർ, അതുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പൂർണ്ണമായിട്ടും ഈ ഉത്തരവ് പിൻവലിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. സാർ, എങ്കിലും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ആ ഒരു നിലപാടിനെ പ്രത്യേകമായിട്ട് ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നു. ഈ ഉത്തരവിൽ അടിയന്തരമായി മാറ്റം വരുത്തണം. ഇത് വെച്ച് താമസിപ്പിച്ച് ആളുകളെ കഷ്ടപ്പെടുത്തുന്ന സാഹചര്യം വരരുത്. ഇപ്പോൾ തന്നെ ആളുകൾ NOCക്ക് വേണ്ടി കയറി ഇറങ്ങി ബുദ്ധിമുട്ടുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ഉത്തരവ് ഫ്രീസ് ചെയ്യുവാൻ അങ്ങ് തയ്യാറാകണം. അതോടൊപ്പം ബന്ധപ്പെട്ട മലയോര മേഖലയിലെ ജനപ്രതിനിധികളുമായി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഗവൺമെന്റ് ചർച്ച നടത്തുവാനും അതിലൂടെ അങ്ങ് പറഞ്ഞതുപോലെ ഡാമുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവരുവാണെങ്കിൽ അക്കാര്യങ്ങളോട് സഹകരിക്കുന്നതിനൊന്നും ആർക്കും വിരോധമില്ല. പക്ഷേ ജനദ്രോഹപരമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയി ഇത് ആളുകൾക്ക് കഷ്ടപ്പാടുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം വരരുത്. വിവിധ ജില്ലകളിൽ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് സമരത്തിലേക്ക് വലിച്ചഴിക്കരുത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കുവാനും അല്ലെങ്കിൽ ഇത് ഫ്രീസ് ചെയ്തുകൊണ്ട് ആവശ്യമായ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുവാനും ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്കാര്യങ്ങളുടെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഈ പറയപ്പെടുന്ന നിലയിൽ ഒരു ബഫറിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് പ്രശ്നമുണ്ടാകും എന്നുള്ള ആശങ്ക നമ്മുടെ സഭയിൽ തന്നെ ആവശ്യമില്ല. നമ്മൾ ചില രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞ മേഖലയിലൊന്നും ഒരു ആപ്ലിക്കേഷനും ഇല്ല. അത് വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. നമ്മളിതിന് മുൻപും 2015-ലും 2016-ലും എല്ലാം ഉള്ള അപേക്ഷകൾ ഞാൻ പരിശോധിച്ചു. 7 അപേക്ഷകളാണ് വന്നിട്ടുള്ളത്. അത് ചിലത് റിജക്ട് ചെയ്തു, ചിലത് കൊടുത്തു. 15 മീറ്റർ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്, 17 മീറ്റർ കൊടുത്തിട്ടുണ്ട്, 10 മീറ്റർ റിജക്ട് ചെയ്തിട്ടുണ്ട്. ആ നിലയാണ് നമ്മൾ തുടർന്ന് സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിലയും പിണറായി സർക്കാർ എടുത്തിട്ടില്ല. നമുക്ക് ആശങ്കയുടെ ആവശ്യമില്ലല്ലോ. ഇപ്പം പറഞ്ഞു ഇടുക്കിയിലെ നിർമ്മാണ പ്രവർത്തനം, ആശങ്ക ഉണ്ടായിരുന്നു, അകലുകയാണത്. 964-ലെ ഭൂപതിവ് ഭേദഗതി നിയമത്തോടുകൂടി ആ ആശങ്ക അകലുകയാണ്. ചട്ടങ്ങൾ രൂപീകരിച്ച് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. സാധാരണക്കാരെയും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെയും അവർ നിർമ്മിച്ച നിർമ്മിതികളെയും റെഗുലറൈസ് ചെയ്യാൻ കൊണ്ടുവരുന്ന ഈ നിയമം ചട്ടം കൊണ്ടുവന്ന് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക അകലും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്നം നമുക്ക് ആവശ്യമില്ല. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ട് ഇടുക്കി നേരിടുന്നുണ്ട്. ഇടുക്കി മാത്രമല്ല, കേരളത്തിൽ പൊതുവിലുണ്ട്. എന്നാൽ കൂടുതലും ബാധിക്കുന്ന ഇടുക്കിയിലാണ്. ഞങ്ങൾക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, സാധനത്തിന്റെ ലഭ്യത കുറവുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ബഹുമാന്യ മുഖ്യമന്ത്രിയുമായി ഒരു ഘട്ടം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അടിയന്തരമായ പരിഹാരം അതിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെന്റ് ചിന്തിക്കുന്നത് എന്താ,
ഇറിഗേഷൻ വക സ്ഥലം, പൊന്നും വിലയ്ക്ക് മേടിച്ച സ്ഥലം, വർഷങ്ങളോളം കാലങ്ങളോളമായും പലരുടെയും കൈവശമിരിക്കുന്ന സ്ഥലം, എത്രയോ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു. അവിടെ പട്ടയം കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. നമുക്കതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. ചില കാര്യങ്ങളും നിയമപരമായ സാധ്യതകളുമെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു പക്ഷേ അത് സാധ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം.